ഓർമ്മപ്പെടുത്തൽ വിശുദ്ധ റമദാനിൽ അനിവാര്യമാണ്. എത്രയോ ആളുകൾക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായത് റമദാനിലെ ഒരു സാരോപദേശം കേട്ടതാണ്, അല്ലെങ്കിൽ റമദാനിൽ ഒരു കാര്യം അറിഞ്ഞത്, ഒരു നന്മ പഠിച്ചത്, വായിച്ചത്, കേട്ടറിഞ്ഞത്, വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് നമ്മുടെ യുവതലമുറയിൽ വലിയ മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ഇന്നല്ലാഹ ലയഅജബു മിനശ്ശാബ് അല്ലദീ ലൈസത് ലഹു സബ്വ ഇന്നല്ലാഹ ലയഅജബു മിനശ്ശാബ് അല്ലദീ ലൈസ ലഹു സബ്വ. വക്രതകളില്ലാത്ത, വളഞ്ഞു ജീവിക്കാത്ത, നേർവഴിയിൽ പോകുന്ന യുവാവിനെ കാണുമ്പോൾ, ഒരു യുവതിയെ കാണുമ്പോൾ സൃഷ്ടാവായ അല്ലാഹുവിന് അവരോട് പ്രത്യേകമായ ഇഷ്ടമുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നല്ലാഹ ലയഅജബു മിനശ്ശാബി അല്ലദീ ലൈസത് ലഹു സബ്വ. യൗവനം അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ അങ്ങ് കഴിഞ്ഞു കിട്ടണം. ഇസ്ലാമിൽ യൗവനം എന്നത് ദീർഘമായൊരു കാലമാണ്. 15 വയസ്സ് മുതൽ 40 വയസ്സ് വരെ യൗവനമാണെന്ന്. 40 കഴിയുമ്പോഴാണ് കഹൽ, മധ്യവയസ്സ്, മിഡിൽ ഏജിലേക്ക് കിടക്കുന്നത്. അതുവരെ യൂത്താണ്, അതുവരെ യുവാക്കളാണ്. മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അവിടെ നിന്നാണ്. മാറ്റങ്ങൾ ആരംഭിക്കേണ്ടത് നമ്മുടെ യുവതലമുറയിൽ നിന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 7 വിഭാഗം ആളുകൾക്ക് നാളെ അർശിന്റെ തണൽ നൽകപ്പെടും എന്ന് പറഞ്ഞതിൽ 7 വിഭാഗത്തിൽ വലിയൊരു വിഭാഗം യുവാക്കളുമായി ബന്ധപ്പെട്ടതാണ്. സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. അല്ലാഹുവിന്റെ തണലല്ലാതെ മറ്റ് യാതൊരു തണലുമില്ലാത്ത ഒരു നാളിൽ, അല്ലാഹുവിന്റെ മുമ്പിൽ വിചാരണയ്ക്ക് വിസ്തരിക്കപ്പെടുന്ന ദിവസം 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹു അവന്റെ അർശിന്റെ തണൽ നൽകി അവർക്ക് തണൽ വിരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ഒരു വിഭാഗം യുവാക്കളാണ്. ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്. അല്ലാഹുവിനെ സ്മരിച്ച് ജീവിച്ച, അല്ലാഹുവിനെ ഓർത്ത് ജീവിച്ച, അല്ലാഹുവിന്റെ സ്മരണയിലായി കഴിഞ്ഞ യുവാക്കൾ അർശിന്റെ തണൽ കിട്ടുന്നവരുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചതും ഈ ചെറുപ്പക്കാരെയാണ്. ഇസ്ലാമിക ലോകത്ത് കർമ്മശാസ്ത്രം പഠിച്ചെടുക്കുകയും ഉസൂലുൽ ഖുർആൻ പഠിക്കുകയും ഫിഖ്ഹിൽ അഗാധമായ പാണ്ഡിത്യം ഉണ്ടാവുകയും വഹീനെ സംബന്ധിച്ച് സ്വഹാബികളിൽ മറ്റാർത്ഥമില്ലാത്ത വിധം അറിവ് ലഭിക്കുകയും, എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ വഫാത്താകുമ്പോ കേവലം 10 വയസ്സ് മാത്രമുണ്ടായിരുന്ന ഒരു സ്വഹാബിയെ നിങ്ങൾക്കറിയും എന്ന് വിചാരിക്കട്ടെ. തർജുമാനുൽ ഖുർആൻ എന്നാണ് അവർ അറിയപ്പെടുക. വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിക്കാനുള്ള കഴിവുണ്ടായ ഒരു പണ്ഡിതൻ. തർജുമാനുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനങ്ങൾ അറിയുകയും അത് സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത ഒരു ചെറുപ്പക്കാരൻ. അത് തങ്ങളായിരുന്നു. സയ്യിദ് കുടുംബമാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബമാണ്. നബി തങ്ങൾ വഫാത്താകുമ്പോ 10-11 വയസ്സാണ് പ്രായം. തങ്ങൾ വഫാത്താകുമ്പോ ആരായിരുന്നു ആ സുഹാബി എന്ന് ചോദിച്ചാൽ സദസ്സിൽ ഉത്തരം പറയാൻ അറിയുന്ന ആളുകളൊന്ന് കൈപൊക്കിയാൽ തരക്കേടില്ല. 11 വയസ്സ് പ്രായം. ഫഖ്ഹിലും തഫ്സീറിലും ഹദീസിലും അവഗാഹമുണ്ടായിരുന്ന ഒരു കൊച്ചു പണ്ഡിതൻ, സ്വഹാബിയാണ്. കൈപൊക്കാം. ആരാണ് സ്വഹാബി? ആരായിരുന്നു? അബ്ബാസ് റളിയല്ലാഹു അൻഹു, അല്ല, ഇബ്നു അബ്ബാസ് എന്നവരാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. മാഷാ അല്ലാഹ്, അഹ്സൻത്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുത്തനബി തങ്ങളുടെ സ്വഹാബിയാണ്. പക്ഷേ വളരെ ചെറുപ്പമായിരുന്നു.
ചെറുപ്പത്തിലെ അവർ ട്രെയിനിങ് കൊടുക്കുന്നു. ചെറുപ്പത്തിലെ അവർക്ക് തർബിയത്ത് കൊടുക്കുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് മക്കളിൽ ഇൽമിനോട് സ്നേഹമുണ്ടാവുക. വിജ്ഞാനവുമായി നമ്മുടെ മക്കളെ നമ്മൾ ബന്ധപ്പെടുത്തുമ്പോഴാണ് അവരിൽ നിന്ന് നമുക്ക് നന്മ പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. അമ്പിയാക്കന്മാരൊക്കെ ദുആ ചെയ്തത് പടച്ചോനെ ഞങ്ങൾക്ക് മക്കളെ തരണേ എന്ന് മാത്രമല്ല. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം മക്കളില്ലാതെ വന്നപ്പോൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബതൻ ഇന്നക സമീഉദ് ദുആ. അല്ലാഹുവേ നിന്റെ അരികത്ത് നിന്ന് നീ എനിക്ക് മക്കളെ തരണം. റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ, സജ്ജനങ്ങളായ മക്കളെ തരണേ റബ്ബേ, നല്ല മക്കളെ. ത്വയ്യിബ, നീ ഇഷ്ടപ്പെടുന്ന മക്കളെ. ഇന്നക സമീഉദ് ദുആ, നീ എല്ലാ പ്രാർത്ഥനയും കേൾക്കുന്നവനല്ലോ അല്ലാഹുവേ, സജ്ജനങ്ങളായ മക്കളെ നീ എനിക്ക് നൽകണമേ എന്ന് ദുആ ചെയ്തപ്പോഴാണ് ഫവഹബ്നാ ലഹു യഹ്യ വഅസ്ലഹനാ ലഹു സൗജഹ, മഹാനായ യഹ്യ നബി അലൈഹിസ്സലാമിനെ സക്കരിയ നബിക്ക് അല്ലാഹു നൽകുന്നത്. അതുപോലെയുള്ള ഒരു മകൻ ലം നജഅൽ ലഹു മിൻ ഖബ്ലു സമീയ, ആ പേരുള്ള സയ്യിദൻ വഹസൂറ, സാത്വികരായ മറ്റൊരു മകൻ മറ്റാർക്കും അല്ലാഹു നൽകിയില്ല. സക്കരിയ നബി അലൈഹിസ്സലാം ചോദിച്ചത് അങ്ങനെയാണ്. നമ്മളിൽ മക്കളില്ലാത്ത ദമ്പതിമാരുണ്ടാവും, അവർക്കൊക്കെ അല്ലാഹു കൺകുളിർമയുള്ള മക്കളെ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, വജുനുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം വജുനുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. അല്ലാഹുവേ, ഞാനും എന്റെ മക്കളും ബിംബാരാധന ചെയ്യുന്നവരായി പോകരുത്, ബിംബാരാധകരായി പോകരുത്. അതുകൊണ്ട് എന്റെ മക്കളിൽ ഏകത്വം വിശ്വസിക്കുന്ന, തൗഹീദ് വിശ്വസിക്കുന്ന ആളുകളെ നീ എനിക്ക് മക്കളായി നൽകണമേ. സയ്യിദന ഇബ്രാഹിം നബി അലൈഹിസ്സലാം വെറും മക്കളെ തരണേ എന്ന് ചോദിച്ചുകൂടാണ്, നല്ല മക്കളെ തരണേ. മക്കളായാലും പെൺമക്കളായാലും കുഴപ്പമില്ല. اجعل لي مقيم الصلاة ومن ذريتي. അല്ലാഹുവേ, ഞാനും എന്റെ മക്കളും നിന്നെ ഇബാദത്ത് ചെയ്ത് ഓർത്ത് ജീവിക്കുന്നവരാക്കി തരയണമേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിസ്കരിക്കുന്ന മക്കളെ തരയണമേ. റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദൈ وأن أعمل صالحا ترضاه وأصلح لي في ذريتي. സാത്വികനായ സ്വാലിഹിന്റെ ദുആ അല്ലാഹു സൂറത്തുൽ അഹ്ഖാഫിൽ പറയുന്നു, അല്ലാഹുവേ, എനിക്കും എന്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യാനുള്ള തൗഫീഖ് നൽകണമേ. وأن أعمل صالحا ترضاه, നീ ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനും തൗഫീഖ് നൽകണമേ. എന്റെ മക്കളിൽ നീ സ്വലാഹ നന്മ നൽകണമേ, നന്മ നൽകണമേ, നല്ലവരാക്കി തരണമേ. ഈ നന്മ അല്ലാഹുവിനോട് മാതാപിതാക്കൾ ചോദിച്ചു വാങ്ങണം. സമൂഹത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ തിന്മകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോ സ്വാഭാവികമായ പേടി വരും മാതാപിതാക്കൾക്ക്. റബ്ബേ, എന്റെ മക്കൾ എന്തായി പോകും പടച്ചവനെ. ഇങ്ങനെയൊക്കെ നമ്മുടെ മക്കൾ കള്ളുകുടിയന്മാരും മയക്കുമരുന്നിന് അടിമകളും വ്യഭിചാരികളുമായി പോയാൽ ഈ മക്കളെ കിട്ടിയതിന് എന്ത് കാര്യം റബ്ബേ? ഇവരൊക്കെയാണോ അമ്മിഞ്ഞ പാല് കൊടുത്ത് വളർത്തിയത് റബ്ബേ? എന്റെ മക്കൾ ഇങ്ങനായി കഴിഞ്ഞിട്ട് എന്ത് കാര്യം? സ്വാഭാവികമായ ഭയം മാതാപിതാക്കൾക്ക് കാണും. അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ, ദുആ വലിയൊരളവോളം അല്ലാഹു സ്വീകരിക്കുകയും തൗഫീഖ് ചെയ്യുകയും ചെയ്യാനുള്ള കാരണമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്ത പോലെ, സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ദുആ പോലെ
സ്വാലിഹായ അബ്ദു സ്വാലിഹ് റബ്ബിനോട് ദുആ ചെയ്ത പോലെ വഅസ്ലിഹ് ലി ഫീ ദുർരിയതി, നമ്മുടെ തലമുറകളിലും നന്മ സ്നേഹിക്കുകയും നന്മ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന നല്ല മക്കളെ, നല്ല യുവാക്കളെ, നല്ല യുവതികളെ ഈ സമൂഹത്തിന് അല്ലാഹു നൽകട്ടെ. ആമീൻ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങുകയാണ്.